ദൈവമായിട്ട് നിയോഗിക്കുന്ന കാര്യങ്ങൾ ആണ് നിമിത്തമായിട്ട് വരിക. ആ ദൈവം നല്ലത് തോന്നിക്കണം, സത്യം തോന്നിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഗുരുക്കന്മാരുടെയും ദേവതകളുടെയൊക്കെ അനുഗ്രഹം വേണം. അനുഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് കൃത്യമായിട്ട് പറയാൻ പറ്റും. ഏതായാലും പൂച്ച വട്ടം എടുത്ത് ചാടിയെന്നുണ്ടെങ്കിൽ പുറകിലൊരു അപകടം ഇരിക്കുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. നിമിത്തം, നിയതിയുടെ അളവുകോലാണ് നിമിത്തം. എന്താണ് നിമിത്തം? അത് നമ്മളോട് പറഞ്ഞു തരാൻ ഇന്ന് നമ്മോടൊപ്പം ജന്മഭൂമിയുടെ സീനിയർ സബ് എഡിറ്റർ ആയിരുന്ന ശ്രീ ജയശങ്കർ സാറുണ്ട്. അദ്ദേഹം ജ്യോതിഷിയും ഭാഗവത ആചാര്യനുമാണ്. നമസ്കാരം സാർ. നമസ്തേ. ABC മലയാളം ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താണ് നിമിത്തം? നമ്മൾ എങ്ങനെയാണത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? നിമിത്തം എന്ന് പറയുന്നത് ഇപ്പോൾ മാഡം പറഞ്ഞ പോലെ തന്നെ നിയതിയുടെ അളവുകോലാണ് നിമിത്തം. ദൈവമായിട്ട് നിയോഗിക്കുന്ന കാര്യങ്ങൾ ആണ് നിമിത്തമായിട്ട് വരിക. നമുക്ക് ശാസ്ത്രത്തിൽ കണ്ടെത്താൻ കഴിയാത്ത കാര്യങ്ങൾ പോലും നിമിത്തത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞു എന്ന് വരും. ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ വ്യാഴത്തിന് ബലമുണ്ടോ ഇല്ലയോ എന്നൊക്കെ സംശയിച്ച് വെക്കുന്ന സമയത്ത് ചിലപ്പോൾ ആ സമയത്ത് കൊണ്ടുവരുന്ന എന്തെങ്കിലും സാധനങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് ഫലം പറയാൻ പറ്റും. ഒരു ഉദാഹരണം പറഞ്ഞാൽ അത് കുറച്ചും കൂടി ക്ലിയർ ആകുമെന്ന് എനിക്ക് തോന്നുന്നു. ഒരിക്കൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് എൻ്റെ ഗുരുനാഥൻ്റെ അടുക്ക ഇരിക്കുകയായിരുന്നു. ആ ഗുരുനാഥൻ്റെ അടുക്ക ഒരു ചർച്ചാ വിഷയം വന്നു. മറ്റൊരാളുടെ പ്രശ്നം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ വന്ന ആൾക്ക് ദൈവാധീനം ഇല്ല. ദൈവാധീനം ഇല്ലാതാകാൻ എന്താ കാരണം എന്ന് ഉള്ള ചർച്ചയാണ് അവിടെ നടക്കുന്നത്. ഗുരുനാഥൻ പറഞ്ഞു, ഞങ്ങൾ 2 ശിഷ്യന്മാർ തമ്മിൽ അഭിപ്രായം പറഞ്ഞ് തീരുമാനിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് വിട്ടു തീരുമാനം. ഞാൻ പറഞ്ഞു, അവിടെ ശിവൻ്റെ അനിഷ്ടമാണ് പ്രധാനം. ഇപ്പോൾ ശിവനോട് എന്തെങ്കിലും നേർച്ച ചേർന്നിട്ട് കൊടുക്കാൻ ബാക്കിയിട്ടേക്കുക, ഇങ്ങനെയുള്ള വിഷയങ്ങൾ കൊണ്ടുണ്ടായതാണ് ആ ദൈവാധീനക്കുറവ് എന്ന് പറഞ്ഞു. മറ്റേ ശിഷ്യൻ പറഞ്ഞു, കൃഷ്ണൻ്റെ അനുഗ്രഹക്കുറവാണ്. ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ തർക്കം തുടർന്നു. ആ സമയത്താണ് ഗുരുനാഥൻ്റെ മറ്റൊരു ശിഷ്യൻ അവിടെ കയറി വരുന്നു. അപ്പോൾ ആ ശിഷ്യനോട് ഗുരുനാഥൻ ചോദിച്ചു, എന്തായി കുറച്ച് ദിവസമായിട്ട് കണ്ടിട്ട്, എന്ത് പറ്റി? ഞാനൊരു യാത്രയിലായിരുന്നു, ഞാൻ ഏറ്റുമാനൂർ പോയേക്കുമായിരുന്നു, ഏറ്റുമാനൂർ പ്രസാദമാണ് എന്നും പറഞ്ഞുകൊണ്ട് ഗുരുനാഥനെ കുറച്ച് പ്രസാദം കൊടുത്തു. അപ്പോൾ മറ്റേ ശിഷ്യൻ ചോദിച്ചു, ഏറ്റുമാനൂരെ പ്രസാദം കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഏറ്റുമാനൂർ പ്രധാന പ്രതിഷ്ഠ ശിവനാണ്. ഏറ്റുമാനൂരെ പ്രസാദം കൊണ്ട് വന്നിരിക്കുന്നു. അപ്പോൾ ശിവൻ്റെ അനുഗ്രഹക്കുറവല്ല എന്ന് വ്യക്തമല്ലേ എന്ന് ആ ശിഷ്യൻ ചോദിച്ചു. ഗുരുനാഥൻ ആ കൊണ്ടുവന്ന പ്രസാദം തുറന്നു നോക്കിയ സമയത്ത് അതിനകത്ത് ചന്ദനമാണ് ഇരിക്കുന്നത്, ഭസ്മമല്ല. അപ്പോൾ ഗുരുനാഥൻ പറഞ്ഞു, ഇതെന്താ ചന്ദനമാണല്ലോ? അത് ഏറ്റുമാനൂർ കൃഷ്ണൻ്റെ പ്രസാദമാണ്. ഇപ്പം ശിവൻ്റെ പ്രസാദം കൊണ്ടുവന്നില്ല, അത് കൊണ്ടുവരാൻ പറ്റിയില്ല. അപ്പം അതിൽ നിന്ന് വ്യക്തമായി അവിടെ കൃഷ്ണൻ്റെ അനുഗ്രഹമുണ്ട്, ശിവൻ്റെ അനുഗ്രഹം കുറവുണ്ട്. ഇതേപോലെ നിമിത്തമായിട്ട് പലതും ദൈവമായിട്ട് കാണിച്ചു തരുന്ന സന്ദർഭങ്ങളുണ്ടാവും. ഇനി മറ്റൊരു ഉദാഹരണം കൂടി പറയാം. നിമിത്തം എന്ന് പറയുമ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ക്ലിയർ ആകും. ഒരിക്കൽ ഞാനൊരു സ്ഥലത്ത് അഷ്ടമംഗല പ്രശ്നം വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ പ്രശ്നം വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ആ വീട്ടുകാരൻ വിളക്ക് കത്തിച്ചു. വിളക്ക് കത്തിച്ചിട്ട് ആ തീപ്പെട്ടിക്കൊള്ളി ഞങ്ങളിരുന്ന പായിൻ്റെ ഒരു മൂലക്കിലേക്ക് ഇട്ടത്. അപ്പം തീപ്പരി പാറുന്നത് കണ്ടു. അത് കണ്ട് ഞാൻ അതിന് ലക്ഷണമായിട്ട് പറഞ്ഞു, ആ വീട്ടിൽ ഒരു കട്ടിൽ കത്തിപ്പോയിട്ടുണ്ട്. അത് കട്ടിലിന്മേ ജീവനുള്ള ആൾ ഇരിക്കുന്ന സമയത്ത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. പക്ഷേ ആൾ രക്ഷപ്പെട്ടു, പക്ഷേ ജീവനുള്ള ആൾ അതിന്മേ ഉണ്ടായിരുന്നു എന്നുള്ള നിമിത്തം ഞാനിൽ പറഞ്ഞു. സംഗതി ശരിയായിരുന്നു. 2 കുട്ടികൾ കിടന്നുറങ്ങുന്ന സമയത്ത് ആണ് കട്ടിൽ കത്തുപിടിച്ചത്. അത് ആദ്യം കൊതുകുതിരി വെച്ചിട്ടുണ്ടായിരുന്നു. ആ കൊതുകുതിരിയിൽ നിന്ന് തീയെ വിരിപ്പിന്മ കത്തി, കട്ടിന് മുഴുവൻ കത്തി. അങ്ങനെയാണ് ഉണ്ടായത്. അപ്പോഴേക്കും അവർക്ക് വന്ന കൊച്ചുങ്ങളെ രക്ഷിക്കാൻ പറ്റി എന്നുള്ളതാണ്. ഇതേ നിമിത്തം തന്നെ മറ്റൊരു ശാസ്ത്രജ്ഞൻ പറഞ്ഞ മറ്റൊരു തരത്തിലാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞതെന്ന് പറയുമ്പോൾ, ഒരു ഉദാഹരണം, ഒരു അഷ്ടമംഗല പ്രശ്നം നടക്കുന്ന സമയത്ത് ഇതേപോലെ തീപ്പെട്ടിക്കൊള്ളി ഉരച്ചത് പായ്മലിട്ടു. ആ പായ്മലിട്ട സമയത്ത് ആ ജ്യോത്സ്യം പറഞ്ഞു, പ്രശ്നം ഇവിടെ നിർത്താം, ഇപ്പം നിങ്ങളുടെ തറവാട് കത്തിക്കൊണ്ടിരിക്കുകയാണ്, ആദ്യം പോയി അതിൻ്റെ കാര്യം നോക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ അന്വേഷിച്ചപ്പോൾ ശരിയാണ്, അവിടെ തറവാടിന് തീ പിടിച്ചിരിക്കുക. അപ്പോൾ ഒരു നിമിത്തം തന്നെ പലർക്ക് പലതരത്തിൽ ചിന്തിക്കാനുള്ള പ്രേരണ നൽകാം.
അതാണ് പറഞ്ഞ ദൈവികമായിട്ടുള്ള നിയോഗമാണെന്ന്. ദൈവം ആ സമയത്ത് എന്ത് തോന്നിക്കുന്നു അതാണ് ഫലം. അതെ. ആ ദൈവം നല്ലത് തോന്നിക്കണം, സത്യം തോന്നിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഗുരുക്കന്മാരുടെയും ദേവതകളുടെയൊക്കെ അനുഗ്രഹം വേണം. അനുഗ്രഹങ്ങൾ ഉണ്ടെങ്കിലേ നമുക്ക് ഇത് കൃത്യമായിട്ട് പറയാൻ സാധിക്കും. നമ്മളുടെ വാക്കിൽ കൂടെ ഭഗവാൻ കളിക്കണം, അപ്പോഴേ അത് പൂർത്തിയാവുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, നിയതിയുടെ അളവുകോല്, വിധിയുടെ അളവുകോല് അത് ഭഗവാനായിട്ട് കാണിച്ചു തരുന്ന പ്രയോഗങ്ങളാണ്. ഭഗവാനായിട്ട് കാണിച്ചു തരുന്നത് നമ്മൾ നോക്കി വായിച്ച് വ്യാഖ്യാനിച്ചെടുക്കണം. വ്യാഖ്യാനിക്കേണ്ടത് നമ്മളുടെ കഴിവാണ്. പക്ഷേ ദൈവാധീനം കൂടെ ഉണ്ടെങ്കിൽ നമുക്കത് വ്യാഖ്യാനിക്കാൻ സാധിക്കും. നമ്മൾ പണ്ട് പറയുമല്ലോ, പല്ലി ചലയ്ക്കുന്നത് നല്ലതല്ല, പൂച്ച വട്ടം ചാടുന്നത് നല്ലതല്ല, പിന്നെ എവിടെയെങ്കിലും നമ്മൾ യാത്ര പോകുമ്പോൾ ചൂലുമായിട്ട് നിൽക്കുന്നത് നല്ല, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ പറയാറുണ്ടല്ലോ. അതൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്? തീർച്ചയായിട്ടും അതെല്ലാം നിമിത്തമാണ്. പക്ഷെ കാലത്തിനനുസരിച്ചുള്ള വ്യതിയാനം കൂടി നമ്മളതിൽ കണക്കാക്കണം. പണ്ട് കാലത്ത് നമ്മളുടെ എല്ലാം പ്രദേശങ്ങൾ ഏതാണ്ട് കാട് പിടിച്ച പോലുള്ള അന്തരീക്ഷമാണ്. കുറേ പുല്ലുകളൊക്കെ എല്ലായിടത്തും ഉണ്ടാവും. ഇന്നാണ് എല്ലായിടത്തും ഈ ടൈല് വിരിച്ച അവസ്ഥയൊക്കെ ആയിട്ട് വരുന്നത്. പണ്ട് എല്ലായിടത്തും ചെടികളൊക്കെ ഇങ്ങനെ നിറഞ്ഞൊക്കെ ഉണ്ടാവും, പുല്ലുകൾ ഒരുപാടുണ്ടാവും. അപ്പം ഒരു പൂച്ച വട്ടം ചാടി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം പൂച്ച വെറുതെ വട്ടം ചാടില്ല. ഒന്നുമില്ലെങ്കിൽ എലിയെ കണ്ടിട്ടോ അതല്ലെങ്കിൽ പാമ്പിനെ കണ്ടിട്ടോ ആയിരിക്കും വട്ടം ചാടുക. ഏതായാലും പൂച്ച വട്ടം എടുത്ത് ചാടിയെന്നുണ്ടെങ്കിൽ പുറകിലൊരു അപകടം ഇരിക്കുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഒന്നുമില്ലെങ്കിൽ എലി ആയിരിക്കാം, അല്ലെങ്കിൽ പാമ്പായിരിക്കാം. അപ്പൊ പുറകെ അതും വരാൻ സാധ്യതയുണ്ട്. പാമ്പാണെങ്കിൽ പുറകെ വരാൻ സാധ്യതയുണ്ട്. എലിയാണെങ്കിൽ ഓടി രക്ഷപ്പെടും, പക്ഷെ പാമ്പാണെങ്കിൽ അത് പുറകെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളൊന്ന് പുറകോട്ട് മാറണം എന്ന് തന്നെയാണ് അതിൻ്റെ ശാസ്ത്രം. പക്ഷെ അത് ഇന്നിപ്പോൾ പാമ്പുകൾ നിറച്ചുള്ള കാലം തന്നെ, ഇപ്പോഴും പാമ്പുകൾ നിറച്ചുണ്ട്. പക്ഷെ എല്ലായിടത്തും ടൈലൊക്കെ വിരിച്ചിരിക്കുന്നതായതുകൊണ്ട് പാമ്പുകളെ നമുക്ക് അതുപോലെ കാണാൻ കിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ആ മണ്ണിനടിയിലൊക്കെ ആയിട്ട് ഒളിച്ചിരിക്കുന്ന അവസ്ഥയാണ്. ഈ കേരളം എന്ന് പറയുന്നത് തന്നെ പാമ്പുകളുടെ നാടാണ്. ഇപ്പം കേരളത്തിന് എന്ന് പറഞ്ഞ ഒരു ഭൂമിയുടെ ലക്ഷണം പറയുകയാണെങ്കിൽ കേരള ഭൂമി എന്ന് പറയുന്നത് ഒരു മലയോരത്തിൻ്റെ അടിവാരം മാത്രമാണ്. അല്ലാതെ ഭൂമി സമനിരപ്പായിട്ടുള്ള ഭൂമി കേരളത്തിലില്ല. സഖ്യപർവ്വതത്തിൻ്റെ അടിവാരമാണ് കേരളം എന്ന് പറയുന്നത്. സഖ്യപർവ്വതം അല്ലെങ്കിൽ സഖ്യാദ്രി എന്ന് വെച്ചാൽ എന്താണ്? സ പ്ലസ് അഹി പ്ലസ് അദ്രി, പാമ്പുകളോട് കൂടിയ പർവ്വതം എന്നാണ് അർത്ഥം. അതിൻ്റെ അടിവാരമാണ് ഇവിടെ കേരളം എന്നുള്ളതുകൊണ്ട് ഇവിടെ പാമ്പുകൾ കണ്ടാനുണ്ട്. നമുക്ക് ഒരു സർവേ നടത്തുകയാണെങ്കിൽ, ഒരു സെൻസസ് എടുക്കുകയാണെങ്കിൽ മനുഷ്യരെക്കാൾ 10 ഇരട്ടി പാമ്പുകൾ ഉണ്ടാവും ഇവിടെ. ഇപ്പോഴും ഉണ്ട്. പക്ഷേ നമുക്ക് അതിശയം എന്ന് പറയട്ടെ, പാമ്പ് കടിച്ച് മരിച്ചു എന്ന് പത്രങ്ങളിൽ കാണുന്നത് വളരെ അപൂർവമാണ്. 6 മാസത്തിലൊരിക്കലേക്ക് കാണാറുള്ളൂ. എന്നാൽ വെട്ടിക്കൊന്നു കുത്തിക്കൊന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ദിവസവും കാണാം. അപ്പോൾ പാമ്പുകളേക്കാൾ വിഷം ഇന്ന് മനുഷ്യർക്കാണ് എന്ന് ചിന്തിക്കേണ്ടി വരും. അത് അക്രമവാസന കൂടുതലും പാമ്പുകളേക്കാൾ മനുഷ്യർക്കാണ്. പാമ്പുകൾക്ക് ഉള്ളത്രയും വിഷം അല്ല മനുഷ്യർക്കുള്ളത് എന്നർത്ഥം. ഇതൊക്കെ നിമിത്തത്തിൽ പറയുമ്പോൾ നമുക്ക് ഇതൊക്കെ കണക്കാക്കേണ്ടി വരും. കാലത്തിനനുസരിച്ചുള്ള മാറ്റം. അതായത് പൂച്ച വട്ടം ചാടുമ്പോൾ എന്നുള്ള കാര്യം പറഞ്ഞത്. അതേപോലെ പല്ലി ചലച്ചാൽ എന്ന് പറഞ്ഞാൽ പല്ലി ചലയ്ക്കുന്നത് എപ്പോഴും എന്തെങ്കിലും കണ്ടിട്ടായിരിക്കും. അതെന്തെങ്കിലും ലക്ഷണം കണ്ടിട്ടാണ് പല്ലി ചലയ്ക്കുന്നത്. അത് പാറ്റിയോ അങ്ങനെ എന്തെങ്കിലും ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെ തിന്നാൻ വേണ്ടിയിട്ട് ആയിരുന്ന സമയത്ത് ചിലപ്പോൾ ചലച്ചു എന്ന് വരാം. പിന്നെ ചിലപ്പോൾ അതിനെ ഇര കണ്ടിട്ടുണ്ടെങ്കിൽ കൂട്ട് പല്ലികളെ വിളിക്കാൻ വേണ്ടിയിട്ടാകാം. അങ്ങനെ പല കാരണങ്ങൾ അവർക്കുണ്ടാകും. അത് അവരുടെ ഭാഷയും കൂടി അറിഞ്ഞാലേ അതിനെക്കുറിച്ച് അറിയാൻ പറ്റുള്ളൂ. പണ്ടൊക്കെ കുട്ടികളൊക്കെ പറയുമല്ലോ, പല്ലി ചലിച്ച സത്യമാണെന്ന് പറയുമല്ലോ. അതെ, അത് ഓരോ വശത്ത് നിന്ന് ചലിക്കുന്നതിന് വ്യത്യാസമുണ്ട്. അതും കണക്കാക്കണം. പിന്നെ ഈ നിമിത്ത ശാസ്ത്രം എന്ന് പറയുന്നത് അത് ഡെവലപ്പ് ചെയ്യുന്നത് അഗസ്ത്യ മഹർഷിയിലൂടെയാണെന്നാണ് പറയുന്നത്. അതായത് നിമിത്തശാസ്ത്രം കൊണ്ടുവന്നതും അഗസ്ത്യ മഹർഷിയാണ് ആണെന്ന് പറയാം. പക്ഷെ അതിന് മുമ്പ് നിമിത്തശാസ്ത്രമുണ്ട്. അതേപോലെ വിലയിരുത്തൽ നടന്നിട്ടില്ല എന്ന് മാത്രം. അഗസ്ത്യ മഹർഷി ഒരു ദിവസം വെളുപ്പിനെ കുളിക്കാൻ പോകുമായിരുന്നു. കുളിക്കാനായിട്ട് പുഴയിലേക്ക് നടക്കുന്ന സമയത്ത് ഒരു കൂട്ടം പക്ഷികൾ ഒന്നിൻ്റെ പുറകെ 2, 2ൻ്റെ പുറകെ 4 അങ്ങനെ ഒരു അടുക്കിൽ പറക്കുന്ന കണ്ടു. ഒരു കൗതുകം തോന്നി, നോക്കി. നമ്മളാണെങ്കിലും നോക്കിപ്പോകും അങ്ങനെ കണ്ടാൽ. കുറച്ചങ്ങ് പറന്നു കഴിഞ്ഞപ്പോൾ അതിന് മുമ്പേ നടന്ന പക്ഷി ഒരു ശബ്ദം ഉണ്ടാക്കി തിരിച്ചു പറന്നു.
ബാക്കി എല്ലാ പക്ഷികളും അതിൻ്റെ പുറകെ പുറകെ വന്നു. തിരിച്ചു വന്നു. എന്തായിരിക്കും അതിൻ്റെ കാരണം? അഗസ്ത്യ മഹർഷി ആലോചിച്ചു. ഉം, ഉം, ഉം. എന്തെങ്കിലും ഒരു അപകടം കണ്ടിട്ടായിരിക്കും അത് പറഞ്ഞത്. അതെ അതെ. നോക്കിയ സമയത്ത് ആ പുഴയിൽ നിന്നൊരു മുതല തലപൊക്കുന്നത് കണ്ടു. ഉം, ഉം, ഉം. ആ മുതലെ കണ്ടുകൊണ്ടാണ് ഈ പക്ഷി തിരിച്ചു പറഞ്ഞതും ആ ശബ്ദം ഉണ്ടാക്കിയതും. ഉം, ഉം, ഉം. അപ്പോൾ ഈ പക്ഷിയുടെ ഈ ശബ്ദം കേട്ടാൽ മനസ്സിലാക്കാം പുറകെ ഒരു അപകടം പതിയിരിക്കുന്നുണ്ടെന്ന്. പതിയിരിക്കുന്നുണ്ടെന്ന്. അതെ. ഈ സംശയം വന്നപ്പോൾ അതെന്തായിരിക്കും എന്ന് വിശദമായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് സുബ്രഹ്മണ്യ സ്വാമിയെ ധ്യാനിച്ചു. ഉം, ഉം, ഉം. അപ്പോൾ സുബ്രഹ്മണ്യ സ്വാമി ആ ശാസ്ത്രം പറഞ്ഞു കൊടുക്കുകയാണ് അഗസ്ത്യ മഹർഷിക്ക്. പക്ഷികളുടെ ഭാഷ, പക്ഷികളുടെ ഭാഷയും ഈ നിമിത്തവും ഒക്കെ പറഞ്ഞു ഓ കൊടുക്കുകയാണ്. ഓ, അത് ശരി. ആ. നിമിത്ത ശാസ്ത്രം ഡെവലപ്പ് ചെയ്ത് അതിൽ നിന്നാണ് എന്ന് പറയാം. പക്ഷെ അതിനു മുമ്പ് അതിനു മുമ്പ് ഹാലാസി മഹാത്മ്യം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഉം, ഉം, ഉം. ശ്രീപരമേശ്വരൻ ദൂതന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, പെണ്ണ് അന്വേഷിക്കുന്ന സമയത്ത് പെണ്ണിൻ്റെ പ്രകൃതം ഇന്നതൊക്കെ ആയിരിക്കണം, ഉം, ഉം, ഉം. പെണ്ണിൻ്റെ താടി ഇങ്ങനെ ഇരിക്കണം, പെണ്ണിൻ്റെ തലമുടി ഇങ്ങനെ ഇരിക്കണം, ചെവി ഇങ്ങനെ ഇരിക്കണം, കണ്ണ് ഇങ്ങനെ ഇരിക്കണം, ഇതൊക്കെ ലക്ഷണമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതൊക്കെ നോക്കിയിട്ട് പെണ്ണിനെ സെലക്ട് ചെയ്യാവൂ ഓ, എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായത് നിമിത്തം നോക്കി നിമിത്തം നോക്കി ആളുടെ സ്വഭാവം വിലയിരുത്തുക. വിലയിരുത്തുന്നത്. ഓക്കെ അത് അന്ന് ഹാലാസി മഹാത്മ്യത്തിൽ ശ്രീപരമേശ്വരൻ തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഓക്കെ. ആ. അപ്പം നിമിത്തശാസ്ത്രം പണ്ടും ഉണ്ട് എന്നർത്ഥം. അത് കൂടുതൽ ഡെവലപ്പ് ചെയ്ത അഗസ്ത്യ മഹർഷിയാണ് എന്ന് പറയാം. അപ്പോൾ നിമിത്ത ശാസ്ത്രവും എല്ലാം മനുഷ്യരുടെ നന്മയ്ക്കായിട്ടും ഉപകാരപ്രദമായും വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമസ്കാരം. നമസ്തേ. സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കും. ABC മലയാളം പ്രേക്ഷകർക്കായുള്ള ഒരു സുവർണ അവസരമാണിത്. നിങ്ങളുടെ ജനന സമയം അടിസ്ഥാനമാക്കി 75 പേജുകളടങ്ങിയ ജാതകം നിങ്ങളുടെ ഭാവി പ്രവചനങ്ങളും പ്രശ്ന പരിഹാരങ്ങളും ഉൾപ്പെടെ 250 രൂപയ്ക്ക് ലഭിക്കുവാൻ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയയ്ക്കുകയോ വിളിക്കുകയോ ചെയ്യുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.